ഹലോ ഗൈസ്, ഞാനൊരു 10th സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻ്റാണ് ആൻഡ് ഓൾസോ എജ്പോർട്ടിലെ സൂപ്പർ ബാച്ചിലെ സ്റ്റുഡൻറ്റ് കൂടിയാണ്. സോ ഇന്നെനിക്ക് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ എക്സാമാണ്. സോ അതിന് മുമ്പായി എനിക്ക് കുറച്ച് ടോപ്പിക്സ് പെൻഡിങ് വന്നിട്ടുണ്ട്. സോ അതൊന്ന് കവർ ചെയ്യണം. ഫസ്റ്റ് തന്നെ ആയിട്ട് മോണോഹൈബ്രിഡ് ക്രോസിലെ മെൻഡൽസ് പോസ്റ്റുലേറ്റ്സ് ആണ്. എനിക്ക് തോന്നുന്നത് ടെക്സ്റ്റിൽ നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ബ്രീഫായിട്ട് തോന്നും, ബട്ട് ആക്ച്വലി അത് അത്രയൊന്നും ഇല്ല ഗൈസ്. ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിളാണ് അത്. സോ അതിനെ ഞാൻ കുറച്ച് ഷോർട്ട് പോയിൻ്റാക്കിയിട്ട് എഴുതി എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ. സോ അതിലെ കീവേഡ്സ് ഞാൻ അടയാളപ്പെടുത്തി, പിന്നെ അത് ഞാൻ ടെക്സ്റ്റിലേക്ക് റിപ്പീറ്റ് ചെയ്തു ഗൈസ്. സോ നെക്സ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. അതും അങ്ങനെ തന്നെയാണ്. അതിൽ മോണോഹൈബ്രിഡ് ക്രോസിൽ 1 ട്രൈറ്റ് ആണ് എടുത്തതെങ്കിൽ ഡൈഹൈബ്രിഡ് ക്രോസിൽ 2 ട്രൈറ്റ് എടുത്തതാണ് മെയിൻ ഡിഫറൻസ്. സോ എനിക്ക് തോന്നുന്നത് F2 ജനറേഷൻ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. സോ അതും ഞാൻ കവർ ചെയ്തു. അതിലെ ഇമ്പോർട്ടൻസ് എല്ലാം ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ ഇല്ലുസ്ട്രേഷൻ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്തു. അത് എങ്ങനെയാണെന്നല്ലോ വരച്ച് പ്രാക്ടീസ് ചെയ്തു കേട്ടോ. എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഫിഗേഴ്സ് ഇല്ലുസ്ട്രേഷൻസ് എല്ലാം ഒന്ന് വരച്ച് കൂടി പ്രാക്ടീസ് ചെയ്താൽ കുറച്ചുകൂടി മനസ്സിലേക്ക് നന്നായി പതിയും തോന്നും കേട്ടോ. അതൊന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഡൈഹൈബ്രിഡ് ക്രോസിലെ മെൻഡൽസ് പോസ്റ്റുലേറ്റ്സ് ഒന്ന് എഴുതി. ആൻഡ് നെക്സ്റ്റ് എനിക്കുള്ളത് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. സോ അതും ഞാൻ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തു. വളരെ ഈസി ആയിരുന്നു. ക്ലാസ് ശ്രദ്ധിച്ചാൽ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈസിയാണ്. സോ ഈ ഒരു വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ഒരു 10th ജേർണി നല്ല രീതിയിൽ കൊണ്ടുപോകാം. ഇനി എങ്ങനത്തെ രീതിയിലുള്ള സ്റ്റഡി വ്ലോഗ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം.